നമസ്കാരം. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് അമേരിക്കൻ ഗവൺമെന്റിനു വേണ്ടി താൻ അന്യഗ്രഹ പേടകങ്ങളിൽ ജോലി ചെയ്തിരുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ബോബ് ലസാർ എന്ന ഭൗതികശാസ്ത്രജ്ഞന്റെ അവിശ്വസനീയമായ കഥയാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ നമ്മളെ ശരിക്കും വേറൊരു ലോകത്തേക്ക് തന്നെ കൊണ്ടുപോകും. നമുക്ക് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ നിന്ന് തുടങ്ങാം. അവിടെയുണ്ടായിരുന്ന റിയാക്ടറുകളിൽ ഒന്നിൽ ജോലി ചെയ്യുമ്പോൾ കൊല്ലപ്പെട്ട രണ്ടുപേരിൽ ഒരാൾക്ക് പകരക്കാരനാണ് എന്നെ നിയമിച്ചത്. ഇതൊരു സാധാരണ ജോലിയല്ലെന്നും താൻ കാലെടുത്തു വയ്ക്കുന്നത് വളരെ അപകടം പിടിച്ചൊരിടത്തേക്കാണെന്നും ലസാറിന് ആദ്യമേ ഒരു സൂചന കിട്ടിയിരുന്നു. അപ്പോ ആരായിരുന്നു ഈ ബോബ് ലസാർ? 1989 ഒരു കൊടുങ്കാറ്റ് പോലെയാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് വരുന്നത്. താനൊരു അതീവ രഹസ്യകേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്നുവെന്ന ഞെട്ടിക്കുന്ന അവകാശവാദവുമായി ഒരു ഭൗതികശാസ്ത്രജ്ഞൻ. അതോടെ അന്യഗ്രഹ ജീവികളെയും പറക്കും തലികകളെയും കുറിച്ചുള്ള ലോകമെമ്പാടുമുള്ള ചർച്ചകൾക്ക് പുതിയൊരു ദിശാബോധം തന്നെ കിട്ടി. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടന്നത് എവിടെയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മൾ സിനിമകളിലും കഥകളിലുമൊക്കെ കേട്ടിട്ടുള്ള ഏരിയ 51-ലല്ല. അതിനേക്കാളുമൊക്കെ രഹസ്യ സ്വഭാവമുള്ള, ലോകഭൂപടത്തിൽ പോലുമില്ലാത്ത ഒരിടത്ത്, S4 എന്ന കോഡ് നെയിമിൽ അറിയപ്പെട്ടിരുന്ന ഒരു കേന്ദ്രത്തിൽ. ലസാർ വിവരിക്കുന്ന ആ ദിവസേനയുള്ള യാത്രയുടെ രീതി കേട്ടാൽ തന്നെ നമുക്കതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവും. ആദ്യം ലാസ് വേഗസിലെ മക്കാരൻ എയർപോർട്ടിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിലെത്തണം. അവിടെ നിന്ന് ഒരു വിമാനത്തിൽ ഏരിയ 51ലേക്ക്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കറുത്ത ചില്ലുകളുള്ളൊരു ബസ്സിലാണ് S4ലേക്കുള്ള അവസാന ഘട്ടയാത്ര. തികച്ചും സാധാരണമായി തോന്നുന്ന ഈ യാത്രയുടെ അവസാനമാണ് അസാധാരണമായ ആ ലോകം. ലസാറിന്റെ വാക്കുകൾ പ്രകാരം ഈ S4 ബേസ് പപ്പൂസ് തടാകത്തിനടുത്തുള്ളൊരു മല തുറന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല. മലഞ്ചെരുവിലേക്ക് ചേർത്ത് വെച്ച പോലെ 9 ഹാങ്കറുകൾ. അതിൻ്റെ വാതിലുകൾക്കാണെങ്കിൽ ചുറ്റുമുള്ള മരുഭൂമിയുമായി ചേർന്ന് പോകുന്ന രീതിയിൽ മണൽ പോലുള്ളൊരാവരണവുമുണ്ടായിരുന്നു. കണ്ടിട്ട് അധികം പഴക്കമില്ലാത്തൊരു നിർമ്മിതി. അതിലെല്ലാം ഉപരി അദ്ദേഹത്തിന് ശമ്പളം നൽകിയിരുന്നത് നേവൽ ഇൻ്റലിജൻസ് ആയിരുന്നു എന്നുള്ളത് ഈ കഥയ്ക്ക് കൂടുതൽ ദുരൂഹത നൽകുന്നുണ്ട്. ശരി, അപ്പം എന്തായിരുന്നു ഈ അതീവ രഹസ്യ കേന്ദ്രത്തിൽ ലസാറിന്റെ ജോലി? വളരെ ലളിതമായി പറഞ്ഞാൽ, പിടിച്ചെടുത്ത അന്യഗ്രഹ പേടകങ്ങളുടെ സാങ്കേതികവിദ്യ എന്താണെന്ന് പഠിക്കുക, അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കി അതുപോലൊന്ന് പുനർനിർമ്മിക്കാൻ ശ്രമിക്കുക. അതായത് മനുഷ്യന്റെ അറിവിനും അപ്പുറത്തുള്ള രഹസ്യങ്ങളുടെ ചുരുളഴിക്കുക എന്നതായിരുന്നു ദൗത്യം. ഇതിനെയാണ് ബാക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലൊരു സാധനം കിട്ടിയാൽ അത് പൊളിച്ചു നോക്കി അതിലെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ച് അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തുക. പുതിയതൊന്നും നിർമ്മിക്കുകയല്ല, മറിച്ച് നിലവിലുള്ള ഒന്നിന്റെ രഹസ്യം ചോർത്തുകയാണ് ലക്ഷ്യം. ലസാർ പറയുന്നു, ആ S4 ഹാങ്ങറുകളിൽ 1-2 അല്ല, 9 വ്യത്യസ്ത തരം അന്യഗ്രഹ പേടകങ്ങൾ താൻ കണ്ടിട്ടുണ്ടെന്ന്. ചിലത് ജെല്ലോ മോൾഡ് പോലെ, മറ്റു ചിലത് ടോപ്പ് ഹാറ്റ് പോലെ, അങ്ങനെ പലതരം ആകൃതിയിലുള്ള പേടകങ്ങൾ. ഇത് സൂചിപ്പിക്കുന്നത് അവിടെ നടന്നിരുന്നത് എത്രയോ വലിയൊരു ഓപ്പറേഷനായിരുന്നു എന്നാണ്. ഈ 9 എണ്ണത്തിൽ ഒരെണ്ണം ലസാറിന് വളരെ അടുത്ത് നിന്ന് പരിശോധിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം അതിനെ സ്പോട്ട് മോഡൽ എന്നാണ് തമാശയ്ക്ക് വിളിച്ചിരുന്നത്. ഏകദേശം 52 അടി വ്യാസമുള്ള, സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലത്തെ മിനുസമില്ലാത്തൊരുതരം ലോഹം കൊണ്ട് നിർമ്മിച്ച ഒന്ന്. അതിൻ്റെ ഉൾവശം വളരെ ഇടുങ്ങിയതായിരുന്നു. അതിലെ സീറ്റുകളാണെങ്കിൽ ഒരു ചെറിയ കുട്ടിക്ക് പോലും ഇരിക്കാൻ പറ്റാത്തത്ര ചെറുതും. ഇത് മനുഷ്യർക്കു വേണ്ടി ഉണ്ടാക്കിയതല്ല എന്ന് വളരെ വ്യക്തമായിരുന്നു. ഇനി കേൾക്കാൻ പോകുന്നതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പേടകങ്ങളെ മുന്നോട്ട് ചലിപ്പിച്ചിരുന്നത് എന്താണെന്നറിയാമോ? ഭൂമിയിൽ എവിടെയും കണ്ടെത്താൻ കഴിയാത്ത, അത്യധികം ഭാരമുള്ള, എന്നാൽ സ്ഥിരതയുള്ള ഒരു മൂലകം ഇന്ധനമായി ഉപയോഗിക്കുന്ന ഒരു റിയാക്ടർ. ലിസാറിന്റെ വെളിപ്പെടുത്തലുകളിലെ ഏറ്റവും വലിയ ബോംബ് ഇതാണ്. എലമെന്റ് 115. ഈ അന്യഗ്രഹ മൂലകം ആന്റിമാറ്റർ ഉണ്ടാക്കി അതിശക്തമായ ഗുരുത്വാകർഷണ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ തരംഗങ്ങൾ ഒരു പ്രത്യേകതരം വാതകവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവരുന്നത് നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്തത്ര ഊർജ്ജമാണ്. ഈ പേടകത്തിന് 2 രീതിയിൽ പറക്കാൻ കഴിയും: ഒമിക്രോൺ, പിന്നെ ഡെൽറ്റ. ഒരു ഗ്രഹത്തിനടുത്തുകൂടി സാവധാനം സഞ്ചരിക്കാനാണ് ഒമിക്രോൺ രീതി. അതായത് പേടകം അതിൻ്റെ മുന്നിലുള്ള സ്ഥലത്തിൻ്റെ ഗുരുത്വാകർഷണത്തെ വളച്ചെടുക്കും, എന്നിട്ട് ആ വളവിലേക്ക് ഒരു കുന്നിറങ്ങുന്നതുപോലെ തെന്നി നീങ്ങും. എന്നാൽ ബഹിരാകാശത്ത് ദൂരയാത്രകൾക്ക് 3 ഗ്രാവിറ്റി ആംപ്ലിഫയറുകളും ഒരുമിച്ചുപയോഗിക്കുന്ന ഡെൽറ്റ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയൊക്കെ അത്ഭുതകരമായ സാങ്കേതികവിദ്യ കണ്ടിട്ടും ആദ്യമായി ആ പേടകത്തിനുള്ളിൽ കയറിയപ്പോൾ ലസാറിന് യഥാർത്ഥത്തിൽ എന്താണ് തോന്നിയതെന്നറിയാമോ? അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അതൊരു ഭീകരമായ അനുഭവമായിരുന്നു. നിങ്ങൾ അവിടെ ഉണ്ടാകാൻ പാടില്ലാത്തൊരിടത്താണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും. അതൊരിക്കലും ഒരു ആവേശകരമായ അനുഭവമായിരുന്നില്ല. ശരി, ഈ ടെക്നോളജി കിട്ടി. പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു? ആരാണിതുണ്ടാക്കിയത്? ഇതിനെക്കുറിച്ചും ലസാറിന് ചില വിവരങ്ങൾ കിട്ടിയിരുന്നു. അദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്ത ബ്രീഫിംഗ് രേഖകളിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നമുക്ക് നോക്കാം. ലസാർ വായിച്ചു എന്ന് പറയുന്ന ആ രേഖകളിലെ വിവരങ്ങൾ അവിശ്വസനീയമായിരുന്നു. ഈ പേടകങ്ങളും അതിന്റെ നിർമ്മാതാക്കളും വന്നത് സീറ്റ റെറ്റിക്കുലി എന്ന നക്ഷത്ര സമൂഹത്തിൽ നിന്നാണത്രേ.
ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ ഭൂമിയുമായി ഇടപെടുന്നുണ്ട്. പോരാത്തതിന് ആധുനിക മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ പൂർവികരിൽ 65 തവണ ജനിതക മാറ്റങ്ങൾ നടത്തിയെന്നും അതിൽ പറയുന്നു. അതുമാത്രമല്ല, 1979-ൽ US സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഒരു ഏറ്റുമുട്ടലുണ്ടായെന്നും അതിൽ ചിലർ കൊല്ലപ്പെട്ടെന്നും ആ രേഖകളിലുണ്ടായിരുന്നു. ഇത്രയും ഞെട്ടിക്കുന്ന സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാമല്ലോ, അല്ലേ? ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? ലസാറിന് എന്ത് വിലയാണ് കൊടുക്കേണ്ടി വന്നത്? സത്യം പുറത്തു പറഞ്ഞതിന് ലസാറിന് നേരിടേണ്ടി വന്നത് ഭീഷണികളായിരുന്നു. അദ്ദേഹത്തിന്റെ കാറിന് നേരെ വെടിവെപ്പുണ്ടായി, ഒരു ഘട്ടത്തിൽ തലയിൽ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ കാരണം പിന്നീടൊരിക്കൽ അദ്ദേഹം വേദനയോടെ പറഞ്ഞു, എനിക്ക് വീണ്ടുമൊരവസരം കിട്ടിയാൽ ഞാൻ മിണ്ടാതെ ആ പ്രോഗ്രാമിന്റെ ഭാഗമായി തുടർന്നേനെയെന്ന്. ഇന്ന് ആ വിവാദങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ദൂരെ അദ്ദേഹം സ്വന്തം ബിസിനസ്സുകളുമായി മറ്റൊരു ജീവിതം നയിക്കുകയാണ്. S4-ലെ ഈ അനുഭവങ്ങൾ അദ്ദേഹത്തെ എത്രത്തോളം മാറ്റിമറിച്ചു എന്ന് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കേൾക്കൂ. S4-ൽ എത്തുന്നതിന് മുൻപ് ഈ ഗവൺമെന്റ് ഗൂഢാലോചനകളെക്കുറിച്ചും UFOകളെക്കുറിച്ചും സംസാരിക്കുന്നവരെല്ലാം വെറും ഭ്രാന്തന്മാരാണെന്നാണ് ഞാനും കരുതിയിരുന്നത്. ഇത് അദ്ദേഹത്തിന് വെറുമൊരു കെട്ടുകഥയായിരുന്നില്ല, മറിച്ച് സ്വന്തം ജീവിതത്തെ മാറ്റിമറിച്ചൊരു യാഥാർത്ഥ്യമായിരുന്നുവെന്ന് ഈ വാക്കുകൾ പറയുന്നു. ഒരു കാര്യത്തിൽ സംശയമില്ല, ബോബ് ലസാറിന്റെ ഈ കഥ പറക്കും തളികകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ എന്നേക്കുമായി മാറ്റിമറിച്ചു. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥ മാത്രമാണെങ്കിലോ? ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.